ഇന്നത്തെ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു ചോദ്യത്തോടെയാണ്. പ്രായമേറുമ്പോൾ അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും അവരെ യാതൊരു ഉപകാരവുമില്ലാത്തവരായി കരുതി മാറ്റി നിർത്തുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, അതൊരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ്, അല്ലേ? എന്നാൽ സ്വന്തം യജമാനന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട 7 വയസ്സൻ മൃഗങ്ങൾ തങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടും കൂട്ടായ്മ കൊണ്ടും എങ്ങനെ വിജയം നേടി എന്നതിനെക്കുറിച്ചുള്ള ഒരു ആഫ്രിക്കൻ നാടോടിക്കഥയാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. വളരെ വിശ്വസ്തനായ ഒരു നായയുണ്ടായിരുന്നു. പ്രായമായപ്പോൾ യജമാനൻ അവനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതു മനസ്സിലാക്കിയ നായ സ്വയം വീടു വിട്ടിറങ്ങി. വഴിയിൽ വെച്ച് അവന് പ്രായമായ ഒരു കാളയെയും ആട്ടുകൊറ്റനെയും ഭാരം ചുമന്ന് നടുവളഞ്ഞ ഒരു കഴുതയെയും വേട്ടയാടാൻ കഴിയാത്ത ഒരു പൂച്ചയെയും ശബ്ദമടഞ്ഞ ഒരു പൂവൻ കോഴിയെയും പ്രായമായ ഒരു വാത്തയെയും കണ്ടുമുട്ടി. ഉപേക്ഷിക്കപ്പെട്ട ആ 7 മൃഗങ്ങളും തങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരിടം തേടി ഒരുമിച്ച് യാത്ര തിരിച്ചു. രാത്രിയായപ്പോൾ അവരൊരു വീടിനു മുന്നിലെത്തി. ജനാലയിലൂടെ നോക്കിയപ്പോൾ അവർ കണ്ടത് രുചികരമായ ഭക്ഷണങ്ങളൊക്കെ നിരത്തിവെച്ച് സദ്യ കഴിക്കുന്ന ഒരു കൂട്ടം കള്ളന്മാരെയാണ്. വിശന്നു വലഞ്ഞ ആ മൃഗങ്ങൾ ഒരു സൂത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അവരെന്തു ചെയ്തെന്നോ? ഏറ്റവും താഴെ കാള നിന്നു, കാളയുടെ മുകളിൽ കഴുത കയറി, അതിനു മുകളിൽ ആട്ടുകുറ്റൻ, പിന്നെ നായ, അതിനു മുകളിൽ പൂച്ച, പിന്നെ വാത്ത, ഏറ്റവും മുകളിൽ പൂവൻ കോഴിയും കയറി നിന്നു. നായയുടെ നിർദ്ദേശപ്രകാരം അവർ 7 പേരും തങ്ങളുടെ സർവ്വശക്തിയുമെടുത്ത് ഒരേ സമയം വലിയ ശബ്ദമുണ്ടാക്കി. ഭയപ്പെടുത്തുന്ന ഈ രൂപവും ശബ്ദവും കണ്ട് ഏതോ ഭീകര ജീവിയാണെന്ന് കരുതി കള്ളന്മാർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. മൃഗങ്ങൾ വീടിനുള്ളിൽ കയറി വയറു നിറയെ ഭക്ഷണം കഴിച്ചു. മൃഗങ്ങൾ ഓരോരുത്തരും തങ്ങൾക്കേറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങി. വാതിലിനു മുൻപിൽ നായയും, വാതിലിനു പിന്നിൽ കാളയും, തട്ടിൻപുറത്ത് ആട്ടുകൊറ്റനും, മധ്യത്തിൽ കഴുതയും, അടുപ്പിലെ ചാരത്തിൽ പൂച്ചയും, പിൻവാതിലിൽ വാത്തയും, കട്ടിലിനു മുകളിൽ കോഴിയും സ്ഥാനം പിടിച്ചു. അർദ്ധരാത്രിയായപ്പോൾ കള്ളന്മാരുടെ തലവൻ തന്റെ ഒരു ചാരനെ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആ വീട്ടിലേക്ക് അയച്ചു. പതുക്കെ വീട്ടിൽ കയറിയ ചാരൻ ഇരുട്ടിൽ തിളങ്ങുന്ന പൂച്ചയുടെ കണ്ണുകൾ കണ്ട് അടുപ്പിലെ കനലാണെന്നു കരുതി അടുത്തേക്ക് ചെന്നു. അവിടെ വെച്ച് അവനു കിട്ടിയ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അവൻ തന്നെ പറയുന്നതൊന്നു കേട്ടുനോക്കൂ. അയ്യോ, ആ വീട് നിറയെ ഭയങ്കരന്മാരായ രാക്ഷസന്മാരാണ്. ഞാൻ അടുപ്പിലെ തീക്കനലാണെന്ന് കരുതി അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു രാക്ഷസൻ എന്റെ മുഖത്ത് മാന്തിക്കീറി. ഓടാൻ ശ്രമിച്ചപ്പോൾ വാതിലിനടുത്ത് നിന്ന മറ്റൊരുവൻ എന്നെ ഇരുമ്പ് ചുറ്റികയ്ക്ക് അടിച്ചു. മുൻവാതിലിലെത്തിയപ്പോൾ ഇരുമ്പുകെണിയിൽ എന്റെ കാൽ കുടുങ്ങി. ഞാൻ ഉള്ളിലേക്ക് വീണപ്പോൾ വലിയൊരു രാക്ഷസൻ എന്നെ എടുത്ത് തട്ടിൻപുറത്തേക്ക് എറിഞ്ഞു. അവിടെ നിന്നൊരുവൻ എന്നെ താഴേക്ക് തള്ളിയിട്ടു. ഇത്രയും കേട്ടതോടെ കള്ളന്മാർ ആ പ്രദേശം വിട്ട് എന്നേക്കുമായി ഓടിപ്പോയി. ആ 7 മൃഗങ്ങളും തങ്ങളുടെ ബാക്കി ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. കഥയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് തന്റെ യൗവനകാലം മുഴുവൻ യജമാനനെ വിശ്വസ്തയോടെ സേവിച്ച ഒരു നായയെ അവന് പ്രായമായി എന്ന ഒറ്റ കാരണത്താൽ ഉപേക്ഷിക്കാൻ യജമാനൻ തീരുമാനിക്കുന്നതിനെക്കുറിച്ചാണ്. ലോകത്തിന്റെ ക്രൂരമായ നന്ദികേടായാണ് കഥ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നായയ്ക്ക് മാത്രമല്ല, പിന്നീട് വരുന്ന കഴുത, പൂച്ച, കോഴി തുടങ്ങിയ മറ്റ് 6 മൃഗങ്ങൾക്കും തങ്ങളുടെ നന്ദികെട്ട യജമാനന്മാരിൽ നിന്നും ഇതേ ക്രൂരതയും അവഗണനയും നേരിടേണ്ടി വരുന്നുണ്ട്. ഇത് പ്രായമായവരോട് ആധുനിക സമൂഹം കാണിക്കുന്ന അവഗണനയുടെ വ്യക്തമായ പ്രതീകമാണ്. പ്രായമായതുകൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് കരുതി വലിച്ചെറിയപ്പെട്ട ആ 7 മൃഗങ്ങൾ തങ്ങളുടെ അനുഭവസമ്പത്തും കൂട്ടായ്മയും ഉപയോഗിച്ച് അപകടകാരികളായ കള്ളന്മാരെ തോൽപ്പിക്കുകയും സമാധാനമായി ജീവിക്കാൻ ഒരു വീട് സ്വന്തമാക്കുകയും ചെയ്തു. പ്രായമാകുന്നത് ബലഹീനതയല്ല, മറിച്ച് വിവേകത്തിന്റെയും കൗശലത്തിന്റെയും യഥാർത്ഥ സൗഹൃദത്തിന്റെയും കരുത്താണെന്ന് ഈ മൃഗങ്ങൾ തങ്ങളുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു.